സമര പോരാട്ടങ്ങളിൽ വീറും വാശിയും ഒട്ടും ചോരാതെ സധൈര്യം കെ.എസ്.യുവിനെ മുന്നോട്ട് നയിച്ച നേതാവാണ് കെ.എം. അഭിജിത്ത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ തീപ്പൊരി പോരാട്ടങ്ങളിലൊക്കെ അഭിജിത്ത് നേതൃത്വം കൊടുത്തപ്പോൾ എന്നും അത് വാർത്തയായിരുന്നു. അങ്ങനെ സമര പോരാട്ടങ്ങളിലൂടെ ഉയർന്നു വന്ന യുവ നേതാവ് വാർത്തകളിലും കേരള രാഷ്ട്രീയത്തിലും നിറഞ്ഞു നിൽക്കുന്ന യുവത്വമായി മാറി. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ നിന്നും അഖിലേന്ത്യാ സെക്രട്ടറിമാരായി ബിനു ചുള്ളിയിൽ, ജിൻഷാദ് ജിന്നാസ്, ശ്രീല ശ്രീധർ, ഷിബിന വി.കെ. എന്നിവരെ ഉൾപ്പെടുത്തിയാണ് AICC പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ അതിൽ അഭിജിത്ത് ഉണ്ടാകുമെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. എന്നാൽ AICCക്കും KPCCക്കും വ്യക്തമായ ധാരണ ഉള്ളതിനാലാണ് അഭിജിത്തിനെ ഈ ഗണത്തിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയത് എന്നാണ് യാഥാർത്ഥ്യം. കാരണം അഭിജിത്തിൻ്റെ നേതൃപാടവവും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും കറകളഞ്ഞ സംഘടനാ പ്രവർത്തനവും സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്കും പ്രവർത്തന മികവിനും മുതൽക്കൂട്ടാകുമെന്നത് AICCക്ക് വ്യക്തത ഉള്ളതിനാൽ ആണ് അദ്ദേഹത്തെ ദേശീയ പദവികളിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്താനുള്ള കാരണമെന്നാണ് അറിയുന്നത്. ഇപ്പോഴിതാ കെ.എം. അഭിജിത്തിന് ഏറ്റവും പുതിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിൽ AICC എത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി ശക്തമായി വാദിക്കുകയും അതുവഴി സംഘടനാ പ്രവർത്തനത്തിൻ്റെ പ്രായോഗികമായ പ്രവർത്തനത്തിൽ മുഴുകിയ വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിൽ കേരള നേതൃത്വവും ദേശീയ നേതൃത്വവും കെ.എം. അഭിജിത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചു പോരുകയായിരുന്നു ഇക്കാലങ്ങളിൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരിക്കെ സംഘടിപ്പിച്ച ജോബ് ഫെയറിലൂടെ നിരവധി വിദ്യാർത്ഥികൾക്ക് ജോലി ലഭ്യമാക്കിയത് അഭിജിത്തിനെ ശ്രദ്ധേയനാക്കി. KSU സംസ്ഥാന പ്രസിഡന്റായിരിക്കെ ഒട്ടേറെ വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം നൽകി അഭിജിത്ത്. പാമ്പാടി നെഹ്റു കോളേജ് സമരവും ലോ അക്കാദമി സമരവും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നായകത്വം വഹിച്ച അഭിജിത്ത് സ്വാശ്രയ സമരവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഷ്ഠിച്ചു. ഈ പ്രവർത്തന മികവുകളൊക്കെ തന്നെയാണ് അഭിജിത്തിനെ കോഴിക്കോട് നോർത്തിൽ 2021 സ്ഥാനാർത്ഥിയാക്കിയതും CPM-ലെ തോട്ടത്തിൽ രവീന്ദ്രനെയും BJP-യുടെ സംസ്ഥാന സെക്രട്ടറി MT രമേശിനെതിരെയും കോൺഗ്രസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി ഈ യുവാവിനെ എത്തിച്ചത്. അന്ന് അഭിജിത്ത് പരാജയപ്പെട്ടു എങ്കിലും അഭിജിത്ത് എന്ന യുവാവ് അവിടെ ഉയർത്തിയ തരംഗം കുറച്ചൊന്നുമല്ല. മണ്ഡലത്തിലെ ആബാലവൃദ്ധം ജനങ്ങളുടെയും മുക്തകണ്ഠ പ്രശംസ അഭിജിത്ത് അവിടെ നേടിയെടുത്തു. യുവത്വത്തിൻ്റെ പ്രസരിപ്പും പ്രവർത്തന മികവും ഊർജ്ജസ്വലതയും കൊണ്ട് അഭിജിത്ത് എന്ന യുവാവ് രാഷ്ട്രീയ കേരളത്തിൻ്റെ ആദർശമുഖമായി മാറുകയായിരുന്നു. ഇന്ന് ദേശീയ നേതൃത്വം അഭിജിത്തിനെ ഏറ്റവും പുതിയ പദവിയിൽ, അതായത് സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടും ഈ യുവാവ് അർഹനാണ് എന്നതാണ് വിലയിരുത്തൽ. സംസ്ഥാന യൂത്ത് കോൺഗ്രസിന് അഭിജിത്തിൻ്റെ നേതൃപാടവത്വത്തിൽ പുതിയ മാറ്റങ്ങളിലേക്ക് ഉണരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. AICCയും KPCCയും അഭിജിത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ നേതൃത്വം കഴിഞ്ഞ ദിവസം ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ അഭിജിത്തിനെ മാറ്റി നിർത്തിയത്. അതിൽ വ്യാപകമായ എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ആ പ്രതികരണത്തിന് ഉത്തരമായിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അഭിജിത്തിനെ നിയമിക്കുമ്പോൾ അഭിജിത്തിൻ്റെ പ്രവർത്തന മികവും യുവത്വങ്ങളെ ഉണർത്താനുള്ള കഴിവും ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ. കോൺഗ്രസിൽ അടിമുടി അഴിച്ചുപണിയുന്നതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് മാസം 10 മുൻപ് പൂർത്തിയാക്കുന്ന പുനഃസംഘടനയുടെ ഭാഗമായാണ് ഈ മാറ്റവും എന്നാണ് അറിവ്. 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടപ്പിലാക്കുന്ന പുനർജീവനത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. അഭിജിത്തിൻ്റെ ഈ പുതിയ ദൗത്യം കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ല തീരുമാനമെന്നാണ് വിലയിരുത്തൽ. അർഹതപ്പെട്ട ഒരാളുടെ കയ്യിൽ, കഴിവും കാര്യപ്രാപ്തിയുമുള്ള ആളുടെ കയ്യിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ അമരത്തിരിക്കാൻ കെൽപ്പുള്ള ഒരു യുവാവിൻ്റെ കയ്യിൽ AICC ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്നത് കേരളത്തിന് തന്നെ അഭിമാനമാണ്. ഇതുവഴി നിലവിലുള്ള പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കുകയാണ് എന്നുള്ള അർത്ഥമില്ല. പാലക്കാട് MLA എന്ന നിലയിൽ ഭാരിച്ച ഉത്തരവാദിത്വവും അടുത്ത തവണ ഈ മണ്ഡലം നിലനിർത്തുക എന്നതിനാലുമാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് നേതൃത്വം ഇപ്പോൾ മുതിരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.